ഇന്ത്യയിലെ മുസ്ലിം വളർച്ചാ നിരക്കും ഹിന്ദു വളർച്ചാ നിരക്കും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇതിന്റെ സംഗതി മനസ്സിലാവുന്നത്. ഹിന്ദു ജനസംഖ്യയേക്കാൾ 10 ഇരട്ടി മടങ്ങിലാണ് മുസ്ലിം ജനസംഖ്യ പല സ്ഥലങ്ങളിലും വളർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ പല മടങ്ങ് വ്യത്യാസത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെയൊക്കെ മതപരിവർത്തനം നടക്കുന്നുണ്ട്. പ്രധാന പ്രശ്നം ഇത് തന്നെയാണ്, ജനസംഖ്യ പ്രസവ നിരക്കിലുള്ള വ്യത്യാസമാണ്. ആ നിരക്ക് വെച്ചിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. എത്ര വർഷം കഴിയുമ്പം ഇവരെത്ര ശതമാനമാവും, ഇവര് ഭൂരിപക്ഷമാവോ എന്നുള്ളത്. ഗവൺമെന്റിന്റെ ഡേറ്റ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്, ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ മതി. കേരള സർക്കാരിന്റെ ഒരു കണക്കനുസരിച്ച് 2 വർഷം മുമ്പത്തെ ഒരു കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 50 കുട്ടികളും മുസ്ലിം ആണ് എന്നാണ് പറയുന്നത്, എന്നാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. അപ്പൊ ആ രീതി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമാവാൻ ഒരു 2040 2038 അത്രയൊക്കെ മതി. കാരണം നമ്മളൊരു തലമുറ എന്ന് പറയുന്നത് 25 വർഷമായിട്ട് കൂട്ടണം. എന്നുവെച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചത് വളർന്നു വന്ന് വിദ്യാഭ്യാസം കിട്ടി, ജോലി കിട്ടി, കല്യാണം കഴിച്ച് അടുത്ത പ്രത്യുൽപാദനം തുടങ്ങുന്ന അതുവരെ ഒരു 25 വർഷം. മുസ്ലിങ്ങളുടെയൊക്കെ ആവറേജ് വിവാഹ പ്രായമൊക്കെ ആ ഒരു ഇതിൽ വരും. അപ്പം ഇത് വലിയൊരു ഡേഞ്ചറാണ്. കാരണം മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ആയ എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് ചരിത്രത്തിലുണ്ട്, ഇന്ന് ലോകത്ത് കാണാനുണ്ട്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ മത നിയമങ്ങൾ നടപ്പിലാക്കും. അവർക്ക് ശരീഅത്താണ് അവരുടെ നിയമം, ഭരണഘടന ശരീഅത്താണ്, ഖുർആൻ പറയുന്നത്. ചിലപ്പം ജനാധിപത്യം പോലും ഇല്ലാതെയാവും. ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് പേരിനുള്ള ജനാധിപത്യം, അതായത് ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറും. മുസ്ലിം പാർട്ടികൾ തന്നെ മത്സരിക്കും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ന്യൂനപക്ഷങ്ങൾക്കോ മറ്റു മതസ്ഥർക്കോ കാഫിറുകൾക്കോ ഒന്നും യാതൊരു വിലയോ പ്രസക്തിയോ ഇല്ല. ഇതാണ് ഇസ്ലാമിക രാഷ്ട്രീയം. അതിന് ഉദാഹരണമാണ് പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാനിലൊന്നും അത് റിപ്പബ്ലിക് അല്ല, അത് വേറെ താലിബാൻ എന്ന് പറയുന്ന വേറൊരു ഒരു തീവ്രവാദ സംഭവമാണ്. ഇപ്പൊ സൗദി അറേബ്യയിലും ജനാധിപത്യം ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അവർ കുറച്ചും കൂടിയൊക്കെ പണം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി സിവിലൈസ്ഡ് ആണ്. അപ്പൊ ഈ പണമില്ലാത്ത മുസ്ലിം രാജ്യങ്ങൾ എന്താവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ താലിബാന്, ഇറാന്, അതുപോലത്തേക്കുള്ള രാജ്യങ്ങൾ, സൊമാലിയ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡേഞ്ചറസ്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോകാൻ എന്താണ് കാരണം? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായത്. ബംഗ്ലാദേശ് ഇന്ത്യയിൽ 1971 ഇന്ത്യയുടെ ഒരുപാട് സ്ഥലം കൊണ്ടല്ലേ അവര് പോയത്. ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോകാൻ എന്താ കാരണം? മുസ്ലിങ്ങൾ ഭൂരിപക്ഷം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി പോലെയാണ്. അവരുടെ ലക്ഷ്യം ലോകം മുഴുവൻ ഇസ്ലാം രാജ്യങ്ങളാക്കുക, എല്ലാവരെയും മുസ്ലിങ്ങളാക്കുക. ഇതാണ് അതിന്റെ വ്യവസ്ഥാപിതമായ ലക്ഷ്യം. അതിന് തീവ്രവാദികളെന്നോ മിതവാദികളെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഇന്ന് 57 മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. ഈ 57 മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാനായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ പറയാം, അല്ലെ ബംഗ്ലാദേശ് പറയാം, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഇന്തോനേഷ്യയിലെ ബാലദ്വീപിൽ മാത്രമേ ഇപ്പൊ ഹിന്ദുക്കൾ ഉള്ളൂ, ഇന്തോനേഷ്യയിലുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വേണേൽ പറയാം. പക്ഷെ ബാക്കി രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പലതും ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ആഗോളതലത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം നടക്കുന്നത്. കാരണം അവന്മാർക്കറിയാം ഇവര് ഭൂരിപക്ഷമാകും, ഇവരുടെ രാജ്യങ്ങളെല്ലാം കീഴടക്കും. ഈ പറയുന്ന സൗദി അറേബ്യ ഉൾപ്പെടെ ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു. പല ക്രിസ്ത്യൻ രാജ്യങ്ങളും, ലെബനോൺ എല്ലാം, അതെല്ലാം ഇപ്പൊ മാറിയില്ലേ, മുസ്ലിം രാജ്യങ്ങളായില്ലേ. ഇതാണ് എന്റെ പ്രശ്നം. പിന്നെ മുസ്ലിം രാജ്യത്ത് ജീവിച്ച എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതത്തിന് തന്നെ ചില കുഴപ്പങ്ങളുണ്ട്. ഒന്നാമത്, അതിന് വ്യക്തിത്വത്തിന് പ്രാധാന്യമില്ലാത്ത, ആത്മീയതയില്ലാത്ത മതമാണ് ഇസ്ലാം. അതിന് ആത്മാവില്ല. ഇസ്ലാം ആത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഖുർആൻ പറയുന്നത് ആത്മാവ് ദൈവത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന രഹസ്യമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ റൂഹ് എന്നാണ് പറയുന്നത് അറബിയിൽ. അതായത് സെൽഫ് റെസ്പെക്ട്, സെൽഫ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്
പബ്ലിക് പൊതു സമൂഹത്തിന് വേണ്ടിയാ. സമൂഹത്തിനാണ് ഇസ്ലാമിൽ പ്രാധാന്യം, വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. ഇത് ഏറ്റവും വലിയൊരു ചൂഷണവും ഏറ്റവും വലിയൊരു അനീതിയുമാണ്. ഇതിന് കമ്മ്യൂണിസവുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസം വിജയിക്കാത്തത് പോലെ തന്നെ ഈ ഒരു പൂർണ്ണമായ തലത്തിൽ പോയാൽ ഇസ്ലാമിനും പ്രശ്നമുണ്ട്. പക്ഷെ അവര് ഇതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ കൊള്ളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാഫിറുകളോട് വെറുപ്പ് കാണിച്ചിട്ട് അവരുടെ സ്വത്വബോധം എടുത്തുണ്ട് സാമൂഹികമായിട്ട്. അതുകൊണ്ടല്ലേ മുസ്ലിം രാജ്യങ്ങളിൽ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത? ലോകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യങ്ങളിൽ മറ്റു മതസ്ഥരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ടോ? അപ്പൊ അവരവരുടെ സ്വത്വബോധം എടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കാഫിറുകളായിട്ടുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യുക, അവരെ തുപ്പുക. ഇപ്പൊ അറബികളൊക്കെ തുപ്പുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് അവര് സാറ്റിസ്ഫാക്ഷൻ എടുക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും അത് വ്യക്തിത്വ ബോധമല്ല, അത് അവരെ ഓർക്കുന്നില്ല, അവർക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയുമില്ല. അപ്പൊ നിങ്ങളൊരു മുസ്ലിം രാജ്യത്ത് ജീവിക്കുകയാണ്, ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ബുർഖ ധരിക്കണം എന്നാണ് നിയമമെങ്കിൽ എല്ലാവരും ധരിച്ചേ പറ്റൂ. അല്ലാതെ ഇപ്പൊ ഇന്ത്യയിൽ കാണുന്ന പോലെ പിന്നെ എനിക്ക് സൗകര്യമില്ല ഞാൻ ജീൻസും പാൻറ്റും ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തൂക്കിക്കൊല്ലും. അങ്ങനെയാണ് ആയത്തുള്ള കമ്പനിയൊക്കെ ഇറാനിൽ ഇഷ്ടം പോലെ വരെ തൂക്കിക്കൊന്നത്. ഇതാണ് ഇസ്ലാമിന്റെ കുഴപ്പം. വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ല. ഇപ്പം നൊയമ്പ് പിടിക്കുമ്പോ ഹോട്ടലുകളെല്ലാം അടച്ചിട്ടേ പറ്റൂ. ഇപ്പൊ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല, തൂക്കിക്കൊല്ലും. ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇസ്ലാമിൻ പിന്തുടരുന്ന കാര്യങ്ങളെല്ലാം നോക്കിയാൽ അതങ്ങനാണ്. അതുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആവുന്ന അനിമലിസ്റ്റിക് മൃഗമതമായി മാറുന്നത്. ആളുകൾക്ക് ഇതിനെ വെറുക്കുന്നതും പേടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഇത് പലപ്പോഴും മുസ്ലിങ്ങൾക്ക് പോലും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അവര് താൽക്കാലികമായിട്ട് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ചിട്ട് ഓർത്തിട്ടാണ് സമാധാനത്തോടെ ഇരിക്കുന്നത്. അതും കൂടുതലും ഇതുപോലത്തെ ന്യൂനപക്ഷമൊക്കെ ഉള്ള ഹിന്ദുക്കളൊക്കെ ഉള്ളിടത്താണ് ഇവരുടെ ഈ ഇതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ പ്രയോജനമുള്ളത്. അമേരിക്കയിലോ ഈ പറയുന്ന യൂറോപ്പിലോ ഒന്നും വലിയ മുസ്ലിം സ്വത്വബോധം എടുത്ത് ന്യൂനപക്ഷ ഇരവാദം എടുത്ത് ആ പരിപാടിയൊന്നും അവിടെ നടക്കത്തില്ല. ഹിന്ദുക്കൾ വളരെ ദുർബല കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അത് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. ഇതുകൊണ്ടാണ് നമ്മളിതിനെ ഭയപ്പെടുന്നത്, ഇതിനെ എതിർക്കുന്നത്. അപ്പം വെറുതെ മതം 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 എന്ന് പറയുന്ന സകല മേഖലകളിലും അതിനെ ഉപയോഗപ്പെടുത്തി യാതൊരു പുരോഗമനപരമായ ചിന്തയും ഇല്ലാതെ, സ്വതന്ത്ര ചിന്തയും ഇല്ലാതെ മനുഷ്യനെ അടിമപ്പെടുത്തുന്ന വ്യവസ്ഥിതിയാണ് ഇസ്ലാം. ആ മനോഭാവം അവരുണ്ടാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവര് അവിടെ ജീവിക്കുന്നത് രാജാവിന്റെ കീഴില്. അവരതിന് തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഈ താലിബാൻ പോലത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ, ഇപ്പം മറ്റേ ഇറാഖിലെ സദാം ഹുസൈൻ ഇതേപോലത്തെയൊക്കെ ഉള്ള ആളുകളുടെ കീഴിലൊക്കെ ഇങ്ങനെ അല്ലെ പട്ടാള ഭരണകൂടത്തിന്റെ കീഴിലൊക്കെ ആ ജനങ്ങൾ വിധേയപ്പെടുന്ന അവരങ്ങനെയുള്ളവരാ. നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ ഭയങ്കര അവർക്ക് ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട്, ആൾക്കൂട്ട ആക്രമണമൊക്കെ. പക്ഷെ അതിനുപരിയായിട്ട് ഒരു സ്വതന്ത്ര ബോധമോ ജനാധിപത്യ ബോധമോ ഒന്നും ഇല്ലാത്ത ആളുകളാണത്. ഒരു വല്ലാത്ത ടൈപ്പ് മനുഷ്യന്റെ ബേസിക് നേടി തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണത്. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെയൊക്കെ ഭയപ്പെടുന്നത്, വെറുക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ മുസ്ലിങ്ങളെ വെറുക്കുന്നില്ല. മുസ്ലിം എന്ന് പറയുന്നത് മനുഷ്യരാണ്. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം. ആ സോഫ്റ്റ്വെയറിന് വിധേയപ്പെടുക അല്ലെങ്കിൽ പുറത്തു പോവുക, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നതിന് ഇത്ര പ്രാധാന്യം കിട്ടുന്നത്. എക്സ് ഹിന്ദു എന്ന് പറയുന്നതിന് എന്തിനും പ്രാധാന്യമുണ്ട്? ആരാ ഈ ഹിന്ദു? ഹിന്ദു എന്ന് പറയുന്നതിൽ ബഹുഭൂരിപക്ഷം പേർക്ക് ഒരു ഹിന്ദു വികാരം ഇല്ലാത്തവന്മാരാ. പക്ഷെ അവർക്ക് എക്സ് ഹിന്ദു എന്ന് ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതങ്ങനെ ലിബറല്ല. ഇതങ്ങനല്ല ഈ സാധനം. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനെതിരെ പോരാടാൻ, ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ. ഇസ്ലാമിനെ വീക്കൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടവും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇന്ത്യയിൽ പോലും ഈ ഹിന്ദുത്വ രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാൻ കാരണം ഇസ്ലാമാണ്. BJP-ക്കാരെല്ലാം ഹിന്ദുത്വവാദികൾ, RSS എന്തോ പറയുന്നത് ഈ മുസ്ലിങ്ങളെ കുറ്റമല്ലേ പറയുന്നത്? മുസ്ലിങ്ങൾ അത് ന്യായമുള്ള സത്യവുമാണ്. അവര് പറയുന്നത് സ്വീകരിക്കപ്പെടുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉൾപ്പെടെ സാധാരണക്കാരുൾപ്പെടെ എല്ലാവരും അതിനെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ന്യായമുള്ള കാര്യമാണ് അവർ പറയുന്നത്, സത്യമുള്ള കാര്യമാണ് പറയുന്നത്. തെളിവ് സഹിതം നമുക്ക് അവർ പറയുകയാണ്. അപ്പൊ ഇസ്ലാമാണ് പ്രശ്നം. ഇസ്ലാമിന്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന RSS-ഉം BJP ഒന്നും ഇല്ല. പിന്നെ അവർക്ക് പറയാൻ വാദങ്ങളില്ല. പക്ഷെ ഇപ്പൊ അവർ ഉറച്ചു പോയി കേട്ടോ. ഇനിയിപ്പോ ഇസ്ലാമിനെ ന്യൂട്രൽ ചെയ്താലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പോലെ അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമല്ലോ. എല്ലാ രീതിയിലും ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ഇതുപോലാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയം എല്ലായിടത്തും ഉണ്ടാവുന്നത്, യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ. ഇവരുടെ ഈ ഫണ്ടമെന്റലിസം കാരണം ബാക്കിയുള്ളവർക്കും കൂടി ഒന്നുകിൽ ഇതിനെ എതിർക്കാൻ അവർ ഫണ്ടമെന്റൽ ആവും, അല്ലെങ്കിൽ അൾട്രാ ഈ ആന്റി ഇസ്ലാമിക് ആവും.
ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം ഇസ്ലാമിക രാഷ്ട്രീയത്തെ എതിർക്കുന്നത് ഹിന്ദുത്വവാദികളൊന്നുമല്ല, അല്ലെ മറ്റു മത രാഷ്ട്രീയവാദികളല്ല, സ്വതന്ത്രരായ നിഷ്പക്ഷരായ മനുഷ്യർ പോലും എതിർക്കും. ഇവിടെയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് പലപ്പോഴും മനസ്സിലാകാതെ പോകുന്ന പോയിന്റ്. കാരണം ഇവരെ അത്രയ്ക്ക് വെറുപ്പാണ്. ഇത് ശരിയല്ലേ ഈ സാധനം? മനുഷ്യന്റെ സകല കാര്യങ്ങളിൽ ഇടപെട്ട് ഇത്രയധികം വിമർശനവും ക്രിട്ടിസൈസും എല്ലാ രീതിയിലും വരുന്നത് കൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ഇത് അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കുന്നത്. എന്നിട്ടും അവർക്ക് പറ്റുന്നോണം എല്ലാ രീതിയിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് തകരുകയും ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ലേ ഉള്ളത്. LDFന്റെ ഭരണം വരുന്ന സമയത്ത് ഈ ഇസ്ലാമിക മതമൗലികവാദമൊക്കെ ഒന്നും കേൾക്കാനില്ലായിരുന്നല്ലോ. വിളക്ക് കത്തിക്കല് ഈ സാധനമൊന്നും കേൾക്കാനില്ലായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നുണ്ട്. അതാ പറഞ്ഞ വളരെ ഡേഞ്ചറസ് ആണ്. ഇതിനെക്കുറിച്ച് പഠിക്കുക. ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഗ്രോക്ക് ഉണ്ട്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെർച്ച് എഞ്ചിനാണ്. അതായത് ഇപ്പൊ ഒരു സാധാരണ വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് പോലും നല്ല അറിവുകൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. ഇപ്പൊ ഗൂഗിൾ ക്രോമും ഗൂഗിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുന്നത് മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ സാധാരണ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചവർക്ക് മലയാളം ഇംഗ്ലീഷ് ഒന്നും എപ്പോഴും വായിക്കാത്തവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഒരു താല്പര്യം തോന്നുന്നില്ല വായിക്കാൻ. പക്ഷെ ഞാനീ പറഞ്ഞ ജെമിനി, ChatGPT, ഗ്രോക്കിലൊക്കെ നമുക്ക് തന്നെ വായിച്ച് മലയാളത്തിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും എല്ലാ കാര്യങ്ങളെയും കുറിച്ചും. അപ്പം ബോറൊക്കെ അടിക്കുമ്പോൾ അതൊക്കെ വായിക്കുക. പിന്നെ പുസ്തകങ്ങളൊക്കെ വായിക്കുക. യൂട്യൂബിലൊക്കെ ഇപ്പം എല്ലാം അവൈലബിൾ ആണ്, ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരു മുൻകരുതലോടെ പോയാൽ ഇസ്ലാമിനെ പ്രിവെന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എന്തു? ഇപ്പൊ ഈ നമ്മുടെ അയൽരാജ്യമാണ് ഈ ഭൂട്ടാൻ. ഭൂട്ടാൻ ഒരു ബുദ്ധമത രാജ്യമാണ്. ഈ ബുദ്ധിസം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിന്റെ തന്നെ ഒരു ഡെറിവേറ്റീവ് ആണ്. ബുദ്ധിസത്തിലെ എല്ലാ ഹിന്ദുയിസത്തിന്റെ അംശങ്ങളും കാണാനുണ്ട്. അതായത് ബുദ്ധൻ തന്നെ ഒരു ഹിന്ദുവായിരുന്നു. അതായത് ഹിന്ദു മതത്തിന് വലിയ അപജയം ഉണ്ടായപ്പോൾ അതിനവിടെ അസംതൃപ്തി ഉണ്ടായ ആളുകളാണ് ഈ ബുദ്ധമതം ഉണ്ടാക്കിയത്. പക്ഷെ അവർക്കറിയാം ഈ ബുദ്ധമതം ഈ ഭൂട്ടാൻ ഉൾപ്പെടെ ഇസ്ലാം കീഴടക്കുമെന്ന്. അപ്പൊ ഇസ്ലാമിനെ കൺട്രോൾ ചെയ്യാൻ അവരെന്തോ ചെയ്ത് അവര് സൗദി അറേബ്യ പോലെ അതങ്ങ് രാജഭരണം പ്രഖ്യാപിച്ച്. രാജഭരണം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എന്താ പ്രശ്നം, എന്താ ഗുണം? ഇസ്ലാമിസ്റ്റുകൾക്ക് മുസ്ലിങ്ങൾക്ക് അത് കീഴടക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് ന്യൂനപക്ഷമായിട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി സംസാരിക്കുന്നത്? കാരണം ജനാധിപത്യം ഉണ്ടെങ്കിൽ ഇവർക്ക് മത വോട്ട് ബാങ്ക് കളിക്കാം. സ്വാർത്ഥന്മാരായ അന്യമതക്കാരായ ഭരണാധികാരികളെ പ്രീണിപ്പിച്ചുകൊണ്ട് താൽക്കാലികം ആയിട്ട് കിട്ടുന്ന നേട്ടം വിചാരിച്ചുകൊണ്ട് സ്വാർത്ഥന്മാരായ ഭരണാധികാരികളെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവർക്ക് വളരാൻ പറ്റും. അതല്ലേ നമ്മുടെ ഇന്ത്യയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെതിരെ നിൽക്കാത്ത എല്ലാ ആശയങ്ങളെയും അവർ ആടപാടെല്ലാം സപ്പോർട്ട് ചെയ്യല്ലേ. രാഹുൽ ഗാന്ധി, കോൺഗ്രസ്, അല്ല കമ്മ്യൂണിസ്റ്റ്. ഇപ്പൊ സന്ദീപ് വാര്യർ പോലും BJP നിൽക്കുമ്പോഴേ അവർക്ക് ശത്രുവുള്ളൂ. കോൺഗ്രസിലാകുമ്പോൾ അവർക്ക് ശത്രുവല്ല. കാരണം BJPയുടെ ആശയമാണ് അവർക്ക് പ്രശ്നം. ഈ രീതിയിൽ മത വോട്ട് ബാങ്കിലൂടെ ഇസ്ലാമിനെ സൂചിപ്പിച്ചാൽ നിങ്ങൾ MP ആവും, MLA ആവും. അതിനെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങളെ തോപ്പിക്കും. ഈ ഒരു ഭയം ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവർക്കും സ്വാർത്ഥത ഉണ്ടല്ലോ. ഈ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നവർക്ക് ആദർശമുള്ളവരൊന്നും അങ്ങനെ രാഷ്ട്രീയത്തിൽ ഒന്നും നേട്ടം ഉണ്ടാക്കാൻ നോക്കത്തില്ലല്ലോ. അപ്പൊ അവരെ നിയന്ത്രിക്കും. അപ്പൊ ഇസ്ലാമിനെതിരെ പറയാൻ ആർക്കും ധൈര്യമില്ല. ഇപ്പൊ കണ്ടില്ലേ കേരളത്തിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് കിട്ടിയപ്പോ മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിലോട്ട് പോകുമ്പോൾ ചന്ദനക്കുറി മായ്ക്കുകയാണ് വോട്ട് കിട്ടാൻ വേണ്ടി. അങ്ങനെയാണ് ഇസ്ലാമിന് വിധേയപ്പെടുന്നത്. ഈ പരിപാടി നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഭൂട്ടാനൊക്കെ അങ്ങ് രാജഭരണം പ്രഖ്യാപിച്ചത്. അപ്പൊ അവന്മാർക്ക് അവിടെ ഒന്നും ചെയ്യാക്കത്തില്ല. എന്നാ ചോദിക്കത് ഞങ്ങൾ ന്യൂനപക്ഷമല്ല. അങ്ങനല്ലല്ലോ. ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമാവുക, ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ എല്ലാ ആനുകൂല്യങ്ങളും മേടിക്കുക, അതിഭീകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുക, ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ രീതിയിലല്ലേ ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനാധിപത്യവും മതേതരത്വം. പിന്നെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്തിനാ? മറ്റുള്ളവരുടെ സഹകരണം. അപ്പം കച്ചവടമല്ല, ഇവര് ബിസിനസ് ജിഹാദിലൂടെ പിടിച്ചെടുത്ത് ഇവര് തന്നെ ചെയ്യും. അപ്പൊ ഇതൊന്ന് പേടിക്കേണ്ട ആരാ? പേടിക്കേണ്ട ഹിന്ദുക്കള്. അപ്പൊ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് ആ രീതിയിലൊരു വെറുപ്പും സഹകരണവും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർക്ക് മതേതരത്വം വേണ്ടുന്നത്. പക്ഷെ എന്താണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ് മുസ്ലിം രാജ്യങ്ങളില്? ഒന്നുമില്ല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്കിൽഡ് ലേബേഴ്സിനെ എടുത്ത് അവരുടെ രാജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനല്ലല്ലോ. അവിടെ സാഹോദര്യവും മറ്റുള്ളവനെ വളർത്താനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗൾഫ് രാജ്യത്തൊക്കെ
ഈ പറയുന്ന അല്ലാത്തുള്ളവർക്കൊക്കെ പൗരത്വമൊക്കെ കൊടുത്ത് അവർക്ക് വീടും അഡ്രസ്സും സ്ഥലവും സ്വത്തും ഒക്കെ കൊടുത്ത് അവരുടെ അന്തസ്സും അഭിമാനമൊക്കെ കാത്തു സൂക്ഷിക്കണം. ആ രീതിയിൽ ഇവർ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിൽ ഇപ്പൊ ഇങ്ങനെ ആയ എന്തായിരിക്കും അവസ്ഥ? മുസ്ലിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് ശമ്പളം കൊടുക്കും, അവർക്ക് വർക്ക് വിസ കൊടുക്കും എന്നും പറഞ്ഞിട്ട് അത് മതിയോ? അതുകൊണ്ടൊരു സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് ഇതിന് വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവര് എന്ത് പറ്റും? ഇങ്ങനെ ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. അപ്പൊ ഭൂട്ടാനൊക്കെ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നിരോധിച്ചത്. പിന്നെ മതേതരത്വത്തിനൊന്നും വിഷയം ബുദ്ധമതത്തിന് വരുന്നില്ല. ആ മതം തന്നെ ഒരു നല്ല മതമാണ്. അതിനകത്ത് മതേതരത്വം എല്ലാം ഉണ്ട്. അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. വെറുപ്പിന്റെ മതമല്ല, അതൊരു ആത്മീയതയുടെ മതമാണ്. നിങ്ങളുടെ മനസ്സിനെ ഡിസോൾവ് ചെയ്തിട്ട് ഒരാനന്ദത്തിൽ പോകാനുള്ളൊരു മതം. ആരോടും വെറുക്കാനും എന്നുള്ളൊരു മതമല്ല അത്. കാഫറെന്നോ ഹറാമെന്നോ അത് പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ജാഗ്രതയോടെ പോവുക. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചോദ്യമാണ്. ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ ആവാൻ തന്നെ കാരണം ആ ഒരു സോഫ്റ്റ്വെയർ ആണ്. മുസ്ലിങ്ങൾക്ക് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് ആത്മീയതയൊന്നുമില്ല. ആത്മീയത ഇല്ലാത്ത ആളുകളെ അവര് വേറെ രീതിയിലൊക്കെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കല്യാണം കഴിക്കാതിരിക്കുന്നതെന്ന് വെച്ചു. അപ്പൊ ആ കല്യാണം കഴിക്കാതിരിക്കുന്ന ആളുടെ എന്തെങ്കിലും രീതിയിലൊക്കെ അങ്ങ് അവർ കണ്ടെത്തി സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായേ? ഇവന് സ്വസ്ഥതയെ സമാധാനമൊന്നുമില്ല, അവന് ചിലപ്പോൾ കള്ളു കുടിച്ചിട്ട് ബോധം കെട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറക്ക വിളി എന്നിട്ടായിരിക്കും ഉറങ്ങുന്നത് എന്നൊക്കെ. ഇവർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല. അല്ലാതെ മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ പറ്റുമെന്ന് ഇസ്ലാം ഇത് പഠിപ്പിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവർക്ക് ഈ സാധനം, ഈ അസ്വസ്ഥത ഉള്ളിലുള്ളത് കൊണ്ട് ഇവർ ഈ പറയുന്ന രീതിയിൽ സംഘടിതമായിട്ട് ഈ ഗ്രൂപ്പിസം ഒക്കെ കാണിച്ച് എല്ലാവരും കല്യാണം കഴിച്ച് പെറ്റുകൂട്ടി ജനസംഖ്യ വളർന്ന് എന്തും കാണിച്ച് വളർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ഡേഞ്ചർ തന്നെയാണിത്. നമുക്കത് മാറ്റാനും പറ്റത്തില്ല. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ടീച്ചിങ്ങുകളൊക്കെ ഒഴിവാക്കണം. പിന്നെ കുറെ പേര് ആരും ഇതിനകത്തോട്ട് മതം മാറാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇസ്ലാം മതത്തിലോട്ട് കൺവേർഷൻ വളരെ കുറവാണ്. പലരും ഒരു ട്രാപ്പ് ചെയ്യുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ സാധനം. ഇവര് പെറ്റ് വരികയാണ്. ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് ആണ്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് ആണ്. അല്ല ഇഷ്ടപ്പെട്ട ആരും സ്വീകരിക്കുകയല്ല. ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്ന കാണുമ്പോൾ ബുദ്ധമതമൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. ഹിന്ദുയിസത്തിന്റെ ആത്മീയതയുടെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ സന്യാസിമാരുടെ ഒക്കെ അദ്വൈതം, ആ സാധനം, അതൊക്കെ. ഇതൊക്കെയാണ് എന്റെ അവസ്ഥ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, പ്രവർത്തിക്കുക ഇതിനെതിരെ. അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല. ബോധവൽക്കരണം കൊടുക്കുക, ജനങ്ങളെ അവയർനെസ് ആക്കുക. അപ്പം ഇത് പ്രിവെന്റ് ചെയ്യപ്പെടാൻ പറ്റും. അല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല.